عفوك إني للنور مدت يداي نزعت أسرار قلبي وجئت ألقي أساي. അസ്സലാമു അലൈക്കും. വെള്ളി വെളിച്ചത്തിലേക്ക് സ്വാഗതം. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബിർളല്ലാഹ്. ഇന്ത്യ രാജ്യത്തിൻ്റെ മഹത്വത്തെ വാഴ്ത്തിക്കൊണ്ട് സൂഫി വര്യനായ സയ്യിദ് ജലാലുദ്ദീൻ ബുഖാരി എന്ന ഒരു മഹാൻ പറയുന്ന അല്ലാഹു നൽകിയ നിരവധി സമ്മാനങ്ങൾ, വിവിധ വിഭാഗം ജനങ്ങൾ, വിജ്ഞാനത്തിൻ്റെ ഭണ്ഡാകാരങ്ങൾ, ഇവയെല്ലാം ഹിന്ദുസ്ഥാൻ്റെ പ്രത്യേകതകൾ തന്നെയാണ്. കരയിലും കടലിലും ഇതുപോലൊരു മഹാരാജ്യത്തെ കാണാൻ സാധ്യമല്ല. ഇതേ ആശയം തന്നെ അല്ലാമ ഇഖ്ബാലും പറഞ്ഞിട്ടില്ലേ, സർവ്വലോകത്തെക്കാളും നല്ലതാണ് ഹിന്ദുസ്ഥാൻ. ഇത് നമ്മുടെ ഒരു ഉദ്യാനമാണ്, ഒരു തോട്ടമാണ്. നമ്മൾ ഇതിലെ രാക്കുയിലുകളും. ഇഖ്ബാലിൻ്റെ വരികൾ എങ്ങനെയായിരുന്നു? മുൻകഴിഞ്ഞ മുസ്ലിം പൂർവികരൊക്കെ നമ്മുടെ ഈ രാജ്യത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ രക്ഷകരായി, സേവകരായി നിന്നതും നാടിനെ ചേർത്ത് പിടിച്ചതും ഒന്നോ രണ്ടോ ഉദാഹരണങ്ങളല്ല, നിരവധിയാണ്. നാം കേട്ടിട്ടില്ലേ, മഹാനായ സൂഫി വര്യൻ ഉമർ ഖാദി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് രാജ്യസ്നേഹത്തിൻ്റെ പേരിലായിരുന്നു. ചാവക്കാട് കച്ചേരിയിൽ ഹാജരാക്കി ഇംഗ്ലീഷുകാരനായ സായിപ്പ് ചോദ്യം ചെയ്തു, നിങ്ങളാണ് ഉമർ മുസ്ലിയാർ? അതെ, ഞാൻ തന്നെ. അങ്ങനെ നാടിൻ്റെ നിയമങ്ങൾ എന്തുകൊണ്ട് ധിക്കരിക്കുന്നു ചോദ്യത്തിനും ഇല്ല, ഞാൻ ഈ വിദേശികളുടെ നിയമം അംഗീകരിക്കില്ല എന്നെല്ലാം പരസ്പരം സംവദിച്ച് അവസാനം സായിപ്പിൻ്റെ മുഖത്തേക്ക് കർക്കിച്ചു തുപ്പുകയാണ്. ആരാണ് ഈ സൂഫി വര്യൻ? എന്താണ് അവരുടെ ആത്മീയ ഊർജം? വിശുദ്ധ റൗളയിലെത്തി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സവിധത്തിൽ കവിതകൾ ചൊല്ലി, പ്രവാചകർ നബിയെ അവിടുത്തെ കരങ്ങളൊന്ന് നീട്ടിത്തരണം. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം കരങ്ങൾ നീട്ടി സ്വീകരിച്ചു എന്നാണ് ചരിത്ര പ്രമാണങ്ങൾ സംസാരിക്കുന്നതെങ്കിൽ, അത്തരം മഹാരഥന്മാരൊക്കെ രാജ്യസ്നേഹം വന്നപ്പോൾ പിന്നിൽ നിന്നില്ല. നമ്മുടെ മൗലാന മുഹമ്മദ് അലി സഹോദരൻ, അവരുടെ മാതാവ്, എന്നാണ് ആ ചരിത്രമൊക്കെ വായിക്കുമ്പോൾ നാം പ്രകമ്പനം കൊള്ളുകയാണ്. ഗാന്ധിജിയുമായി പരിചയപ്പെടുന്നത് മുതൽ ആ സൗഹൃദം വളരെ ഊഷ്മളമായിരുന്നു. അത് സൗഹാർദ്ദത്തിന് പ്രതീകങ്ങളായിരുന്നു അവരെ പരസ്പര ബന്ധം. മുഹമ്മദ് അലി സാഹിബിൻ്റെ വിശ്വാസത്തെക്കുറിച്ചും ആത്മീയ ഊർജത്തെക്കുറിച്ചും ധൈര്യത്തെക്കുറിച്ചും ഗാന്ധിജി വാനോളം പുകഴ്ത്തിയിട്ടുണ്ട്. വൈസ്രോയിക്ക് തന്നെ എഴുതിയ കത്തിൽ ഗാന്ധിജി അത് പറയുന്നുണ്ട്. അതെ, മൗലാന മുഹമ്മദ് അലി സാഹിബ് വിദേശത്ത് ചെന്ന് വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത് പോയി തന്നെ ആരോഗ്യം ക്ഷീണിച്ചു കൊണ്ടായിരുന്നു. രോഗത്ത് അവസ്ഥയിലാണ് പോയത് അല്ലേ? അവിടെ ചെന്ന് നാടിനു വേണ്ടി സംസാരിച്ചു, രാജ്യത്തിന് വേണ്ടി സംസാരിച്ചു. എൻ്റെ രാജ്യത്തിന് സ്വാതന്ത്ര്യം തരണം. എന്നിട്ട് അവസാനം പറഞ്ഞതെന്താണ്? ഇപ്പോൾ എൻ്റെ രാജ്യം ഒരടിമ രാജ്യമാണ്. ഒരടിമ രാജ്യത്ത് കിടന്ന് മരിക്കുന്നതിനേക്കാൾ നല്ലത് എനിക്ക് ഇവിടെ ആറടി മണ്ണിൻ്റെ ഒരു ഇടം കിട്ടുകയാണ്. അള്ളാഹുവിൻ്റെ വിധി നോക്കുക, അദ്ദേഹത്തിന് പിന്നെ തിരിച്ചു വരാൻ അവസരമുണ്ടായില്ല. ആ സംസാരത്തിലൊക്കെ അദ്ദേഹം മതചിഹ്നങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നുണ്ട്, ഇസ്ലാമിൻ്റെ മഹത്വം പറയുന്നുണ്ട്. ഞാൻ എൻ്റെ സൃഷ്ടാവായ ജഗന്യന്താവായ അള്ളാഹുവിനെയാണ് അംഗീകരിക്കുന്നത്, നിങ്ങളുടെ നിയമങ്ങളല്ല എന്നൊക്കെ തുറന്നു പറഞ്ഞ അദ്ദേഹം ക്ഷീണിതനായി അദ്ദേഹം വിട പറയുന്നു. അദ്ദേഹത്തിൻ്റെ ജനാസ ജെറൂസലമേക്ക് കൊണ്ടുപോവുകയാണ്. വിശുദ്ധ ബൈത്തുൽ മുഖദ്ദസിൻ്റെ സമീപത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന മൗലാന മുഹമ്മദ് അലി സാഹിബിൻ്റെ നാമം അവിടെ എഴുതി വച്ചിട്ടുണ്ട്. ഇന്ത്യൻ യോദ്ധാവ് എന്ന ഒരു സ്മാരകം. അവിടെ പോയി സലാം പറയാൻ സന്ദർഭമുണ്ടായിട്ടുണ്ട്. അത് ഇങ്ങനെ നിരവധി മഹത്തുക്കളുടെയൊക്കെ ധീരന്മാരായ പുരുഷന്മാരും സ്ത്രീകളുമടക്കം
നമ്മുടെ ഭാരതത്തിന് വേണ്ടി പ്രയത്നിച്ചിട്ടുണ്ട്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ വൈദേശിക ശക്തികൾ ഇവിടെ ആക്രമിക്കാൻ വന്നു, അല്ലെങ്കിൽ സാമ്പത്തിക ചൂഷണങ്ങൾക്ക് വന്നു, രാജ്യത്തിൻ്റെ അധികാരങ്ങൾ കൈയാളിയ സന്ദർഭത്തിലൊക്കെ ഇവിടെ നിന്നുകൊണ്ട് അവർ തുരത്താൻ നടത്തിയ അവസാന സ്വാതന്ത്ര്യ സമരത്തിന് മുമ്പ് തന്നെ 887 ആദ്യ സ്വാതന്ത്ര്യ സമരം തന്നെ മുസ്ലിം സമുദായത്തിലെ ഉലമാക്കളും പ്രമുഖന്മാരുമൊക്കെ നേതൃത്വം നൽകിയ അത്യുജ്വലമായ രംഗങ്ങൾ നമുക്കെങ്ങനെ വിസ്മരിക്കാൻ കഴിയും? ഈ ഗാന്ധിയുടെ കാലം മുതലുള്ള കാലം എടുത്താലും നാം ഇവിടെ സൂചിപ്പിച്ചതുപോലെ മൗലാന മുഹമ്മദിനെ പോലുള്ള ധീരന്മാരായ ആളുകൾ ഇങ്ങകലെ കേരളത്തിലേക്ക് വന്നാൽ വളരെ ധീരന്മാരായ സമരസേനാനികളുടെ അത്യുജ്വലമായ പ്രകടനങ്ങൾ നമുക്കെങ്ങനെ മറക്കാൻ കഴിയും? വാലിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയോട് ചോദിച്ചില്ലേ, നിങ്ങൾക്ക് വേണ്ടി മക്കയിലേക്ക് വിട്ട് അവിടെ താമസിക്കാൻ അവസരം തരാം. വിശുദ്ധ മക്ക ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവരെ നെഞ്ചിലേറ്റിയ പുണ്യടമാണല്ലോ. പക്ഷേ വാര്യംകുന്നത്തിന് പറയാനുണ്ടായ മറുപടി എന്താണ്? മക്ക പുണ്യമുള്ള രാജ്യം തന്നെയാണ്, പക്ഷേ ഞാൻ ഇവിടെ തന്നെ കിടന്നു വഹിക്കാനാണ് ആഗ്രഹിക്കുന്നത്. തോക്ക് ചൂണ്ടിയപ്പോൾ ഇല്ല, കണ്ണടയ്ക്കുന്നില്ല, ധീരമായി എന്നെ വെടിവെച്ചുകൊള്ളൂ എന്ന് പറഞ്ഞ വാര്യംകുന്നത്ത് രാജ്യത്തുള്ള സ്നേഹമാണ് പ്രകടിപ്പിച്ചത്. കുഞ്ഞാലി മരക്കാർ അതാ പിടികൂടി പോകുമ്പോൾ ഉമ്മ പറഞ്ഞു, മോൻ പോയിക്കൊള്ളൂ, അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ് മകൻ. അവസാനം പറങ്കിപ്പടയുടെ ആയുധങ്ങൾ കീഴടങ്ങി ഷഹീദാകുന്നതിന് മുമ്പ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമത്തു തൗഹീദ് ചൊല്ലിക്കൊണ്ട് ഈ രാജ്യത്തിനു വേണ്ടി രക്തസാക്ഷ്യം വരിച്ചുവെങ്കിൽ നമ്മുടെ ഭാരതം നിരവധി സമരയോദ്ധാക്കളുടെ അത്യുജ്വലമായ പ്രകടനങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് എന്ന കാര്യം ഇന്നത്തെ ഭരണാധികാരികളും ജനങ്ങളും മറക്കാൻ പാടില്ല. ഫതുൽ ഹക്ക് ഹൈദരാബാദിയെ പോലുള്ള മറ്റു ഉത്തരേന്ത്യയിലും മറ്റുമുള്ള എത്രയോ ഉലമാക്കൾ പ്രമുഖരാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടതും കൊല ചെയ്യപ്പെട്ടതും. അദ്ദേഹത്തിൻ്റെ അസൗറത്തുൽ ഹിന്ദിയ എന്ന ഗ്രന്ഥം പ്രസിദ്ധമല്ലേ? അമീർ ഖുസ്രു, പ്രസിദ്ധനായ കവി, ഈ രാജ്യത്തെ അതിമനോഹരമായിട്ടാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. ഭാരതത്തിൻ്റെ കായികനികളും വൃക്ഷങ്ങളും ഇവിടുത്തെ നദികളും എല്ലാം അതിൻ്റെ മനോഹാരിത അദ്ദേഹം ധാരാളമായി പുകഴ്ത്തുന്നു. ഇതുപോലത്തൊരിടം വേറെ ഇല്ല എന്നവരെ പറയുന്നുവെങ്കിൽ അതെ, രാജ്യത്തെ അവരെല്ലാം ആ രീതിയിലാണ് സ്വീകരിച്ചിട്ടുള്ളതും കണ്ടിട്ടുള്ളതും. നമ്മുടെ ഭാരതവും മുസ്ലിങ്ങളും തമ്മിലുള്ള ബന്ധം, അറബ് സമൂഹം ഇവിടെ വ്യാപാരത്തിന് മാത്രമല്ല വന്നത്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിരവധി സാംസ്കാരിക പൈതൃകങ്ങൾ അറബിയിൽ നിന്ന് ഇവിടെ നമുക്ക് സ്വാംശീകരിക്കാൻ കഴിഞ്ഞില്ല. വൈജ്ഞാനിക മേഖലകൾ, അതുപോലെ വൈദ്യശാസ്ത്രം, മറ്റു വിജ്ഞാന ശാഖകളിലൊക്കെ പാരസ്പര്യങ്ങൾ തീർത്ത് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലൊരു അതിമനോഹരമായ ബന്ധങ്ങൾ നിലനിർത്തി. അതുകൊണ്ട് തന്നെ പൂർവികരായ ഭരണാധികാരികൾ അറബികളെ കയ്യും നീട്ടി സ്വീകരിച്ച അനുഭവം. ഒപ്പം നമുക്ക് ലക്ഷദ്വീപ്, കായൽപട്ടണം പോലുള്ള സ്ഥലങ്ങളൊക്കെ എടുത്താലും വേറും ചിലയിടങ്ങളിലൊക്കെ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് മഹാരഥന്മാർ ഇവിടെ എത്തി, ഇവിടെ അന്ത്യവിശ്രമം കൊണ്ടിട്ടുള്ളത്. മുഗീറത്ത് ബിൻ ശുഅബ കോഴിക്കോടുമായിട്ടുള്ള ബന്ധം ചരിത്ര പ്രസിദ്ധമാണ്. അതെ, നിരവധി സെയ്ദുമാർ, ഉലമാക്കൾ വിദേശ നാടുകളിൽ നിന്ന് നമ്മുടെ ഈ രാജ്യത്തെ പ്രബോധനത്തിൻ്റെ ഭാഗമായി എത്തിയിട്ടുണ്ട്. മഖ്ദൂമുമാരുടെ ചരിത്രവും സേവനവുമെല്ലാം ഈ രാജ്യവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് നമുക്ക് മറക്കാൻ കഴിയില്ല. അൽ-ബറൂനിയുടെ താരീഖുൽ ഹിന്ദ് ഇന്ത്യ ചരിത്രം പ്രസിദ്ധമാണ്. KM പണിക്കരെ പോലുള്ളവർ ആ ചരിത്ര ഗ്രന്ഥത്തെ വളരെ മഹത്തായ ഗ്രന്ഥമെന്നും സത്യങ്ങൾ വളച്ചൊടിക്കാതെ എഴുതിയ ഗ്രന്ഥമാണ് എന്നും പറയുമ്പോൾ, ഇപ്പോൾ ബാബർ ചക്രവർത്തിയുടെ പേരിലൊക്കെ ഇവിടെ ചില വിവാദങ്ങൾ ആരൊക്കെ പറഞ്ഞു വരുത്തുന്നു. പക്ഷെ ചരിത്ര പഠനത്തിലൂടെ നമുക്ക് കാണാം, മകൻ ഹുമയൂൺ അദ്ദേഹം എഴുതി വെച്ചത് സൗഹൃദത്തിൻ്റെ സന്ദേശങ്ങളായിട്ട്. ബാബറും മകൻ ഹുമയൂണുമൊക്കെ നക്ഷബന്ദി മശായിഖന്മാരും തരീഖത്തുമാരുമൊക്കെയായി ബന്ധപ്പെട്ട് നിന്നതുമൊക്കെ നമുക്ക് ചരിത്രത്തിൽ വായിക്കുകയാണ്.
പറഞ്ഞു വന്നത് ഇവിടുത്തെ ഹൈന്ദവ വിഭാഗം ഉൾപ്പെടെയുള്ള ക്രൈസ്തവ വിഭാഗങ്ങൾ ഉൾപ്പെടെ എല്ലാവരോടും സൗഹൃദത്തിൻ്റെ ഭാഷയാണ് പൂർവികരായ സൂഫികളും അതുപോലെ സമരസേനാനികളും സംസാരിച്ചത്. വിഭാഗീയതയ്ക്കല്ല, വിഘടനവാദമൊന്നുമല്ല. രാജ്യമായിരുന്നു അവർക്ക് വലുത്. ഇവിടെ എടുത്തു പറയേണ്ട ചില കാര്യങ്ങൾ അറിയാമല്ലോ. നാം സൂചിപ്പിച്ചു മുഹമ്മദ് അലിയും ഗാജിബയും തമ്മിലുള്ള ബന്ധം. അവസാനം അലിഗർ സർവകലാശാലയിലേക്ക് കയറി ചെന്നതും രാജ്യസ്നേഹം ഉറക്കെ പ്രഖ്യാപിച്ച മൗലാന മുഹമ്മദ് സാഹിബ് അവിടുന്ന് 100ഓളം വിദ്യാർത്ഥികളുമായി ഇറങ്ങി വന്ന് സമീപത്തെ പള്ളിയിൽ പുതിയൊരു സർവകലാശാലയുടെ പ്രഖ്യാപനം നടത്തിയതും ആ ഒരു യൂണിവേഴ്സിറ്റിയാണ് ജാമിയ മില്ലിയ. ജാമിയ മില്ലിയയുടെ പുരോഗമന പ്രവർത്തനങ്ങൾക്ക് മൗലാന സാഹിബും ഗാന്ധിയുമൊക്കെ ഒത്തൊരുമിച്ച് രംഗത്ത് പ്രവർത്തിച്ചതും ചരിത്രത്തിൽ മറക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. പക്ഷേ ദുഃഖകരമായ ചില സംഭവങ്ങൾ രാജ്യത്തിന് വേണ്ടി ഇതിൻ്റെ സാംസ്കാരിക പൈതൃകങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പ്രയത്നിച്ച പലരെയും വർഗീയവാദികളും മതഭ്രാന്തന്മാരുമൊക്കെയായി ചിത്രീകരിച്ചിട്ടുണ്ട്. ഔറംഗസീബ്, സുൽത്താൻ, ടിപ്പു സുൽത്താനൊക്കെ ആ ഗണത്തിൽപ്പെട്ടവരാ. രാജ്യത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് സാരഥ്യം വഹിച്ചവരാ. ഔറംഗസീബ് മതവിരോധിയായിരുന്നില്ല, ഹിന്ദു വിരോധിയായിരുന്നില്ല. ഒരു ക്ഷേത്രം അദ്ദേഹം പൊളിച്ചു എന്ന് പറയുന്നത് ഹിന്ദുക്കളുടെ ആവശ്യം മാനിച്ച ചരിത്രത്തിൽ കാണാം. ആ ഹിന്ദു ക്ഷേത്രം ഏതോ ഒരു മാനഭംഗം അവിടെ നടത്തി. അപ്പോൾ ഹിന്ദുക്കൾ തന്നെ പറഞ്ഞു ഇത് അശുദ്ധമായിട്ടുണ്ട്. അങ്ങനെ അതേ സമയത്ത് ക്ഷേത്രങ്ങൾക്ക് അദ്ദേഹം ഗ്രാന്റ് കൊടുത്തത്, ടിപ്പു സുൽത്താൻ ഗ്രാന്റ് കൊടുത്തത്, അതേപോലെ അവരുടെ മന്ത്രിസഭയിൽ ഹിന്ദുക്കളുടെ അംഗത്വം ഉണ്ടായതൊക്കെ ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്ന വളരെ മനോഹരമായ അനുഭവങ്ങളാണ്. നിസാമുദ്ദീൻ ഔലിയ പറയുന്നുണ്ട് ശിഷ്യന്മാരോട്, ഖാൻഖാഹിൻ്റെ വാതിൽ തുറന്നിടണം, എല്ലാവരോടും നിങ്ങൾ നല്ല സ്നേഹം കാണിക്കണം, ഇവിടെ എല്ലാവരും വരട്ടെ. അതുകൊണ്ട് തന്നെ പൂർവ്വസൂരികളായ ഇന്ത്യയിലുണ്ടായിരുന്ന സൂഫികളുടെ ഖാൻഖാഹുകളിലേക്ക് ഹൈന്ദവ സമൂഹത്തിൽപ്പെട്ട ധാരാളം ആളുകൾ ആശ്വാസം തേടി എത്തിയ അത്യുജ്വലമായ ചരിത്രങ്ങളാണ് ഇന്ത്യക്ക് പറയാനുള്ളത്. ഇതെല്ലാം ഇസ്ലാമിൻ്റെ സുന്ദരമായ ആശയങ്ങളിൽ നിന്നിട്ടാണ് പകർത്തിയത്, അല്ലേ? ഇസ്ലാം അങ്ങനെയാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നജ്റാനി ക്രിസ്ത്യാനികളുമായി ഉണ്ടാക്കിയ കരാർ എല്ലാവരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കണമെന്നാൽ ആ കരാർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരണത്തിൽ വന്നപ്പോൾ അതേ രീതിയിൽ പുതുക്കി വീണ്ടും പ്രാവർത്തികമാക്കിയത് ചരിത്രത്തിൽ നാം വായിക്കുകയാണ്. ഖലീഫ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഈലിയ നിവാസികളുമായി ഒപ്പിട്ട കരാർ ഈ വിഷയവുമായി വളരെ മനോഹരമായി നിൽക്കുന്ന ചരിത്ര വസ്തുക്കളാണ്. അതെ, അവിടെയുള്ള ന്യൂനപക്ഷത്തിൻ്റെ ജീവനോ സമ്പത്തിനോ ആരാധനാലയങ്ങൾക്കോ കുരിശുകൾക്കോ ഒന്നിനും ഒരു കുഴപ്പവും വരാൻ പാടില്ല. അവരുടെ എല്ലാവിധ കാര്യങ്ങളും സംരക്ഷിക്കണം. ദേവാലയങ്ങൾ പൊളിക്കാൻ പാടില്ല. ഇങ്ങനെയൊക്കെയുള്ള ധാരാളം ചില സുപ്രധാനമായ ആശയങ്ങളാണ് ആ കരാറിൽ അടങ്ങിയിരിക്കുന്നതെങ്കിൽ ഇസ്ലാമിൻ്റെ സമീപനം ഇങ്ങനെയാണ്. നമ്മുടെ രാജ്യത്ത് ഭരണാധികാരികൾ പല വിഭാഗം ഉണ്ടാകും, പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളോട് കാരുണ്യം ഉണ്ടാകണം. അതുകൊണ്ടാണല്ലോ ഖാലിദുല്ലാഹു ഹിംസ് വന്ന് ഭരണം നടത്തി. ന്യൂനപക്ഷമായ ക്രിസ്ത്യാനികൾ അവിടെ ഉണ്ടായിരുന്നു, സന്തോഷത്തിലായിരുന്നു. പിന്നീട് റോമാക്കാർ ആക്രമിക്കാൻ വരുന്നു, ഇങ്ങോട്ട് പടയോട്ടം നടത്തുമെന്ന് കേട്ടപ്പോൾ ഖാലിദുല്ലാഹു ന്യൂനപക്ഷത്തെ വിളിച്ചുകൊണ്ട് പറഞ്ഞു ഞങ്ങൾ ഇവിടുന്ന് പോകുക. ആ സമയത്ത് ക്രൈസ്തവ സഹോദരന്മാർ പറഞ്ഞു ഇല്ല ഇല്ല, നിങ്ങൾ പോകാൻ പാടില്ല, നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ടാകും, നിങ്ങളുടെ നീതിയും സത്യസന്ധതയും ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടതാണ്. ജോർദാൻ താഴ്വരയിൽ അബൂബൈദ് റളിയല്ലാഹു അൻഹു സംഘവും വിജയിച്ച് അവിടെ വിജയം പ്രഖ്യാപിച്ചപ്പോൾ ക്രിസ്ത്യാനികൾ വിളിച്ചു പറഞ്ഞത് എന്താ? ഓ മുസ്ലിമീങ്ങളെ, സൈബനിസ്റ്റുകളെ വിട്ട് നിങ്ങളെ ഞങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. കണ്ടോ, മുസ്ലിമീങ്ങളുടെ സ്നേഹവും സന്തോഷവുമാണ് ജോർദാനിലെ ക്രിസ്ത്യൻ സമൂഹം വിളിച്ചു പറഞ്ഞത്. ഇങ്ങനെ നിരവധി അത്യുജ്വലമായ ചരിത്ര സത്യങ്ങളാണ് ഇസ്ലാം മത ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നതെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്ക് എവിടെയും സ്വാതന്ത്ര്യമുണ്ടാവണം, അവകാശമുണ്ടാകണം. വീണ്ടും ഇന്ത്യ രാജ്യം ഒരു സ്വാതന്ത്ര്യ ദിനത്തെ അഭിമുഖീകരിക്കുമ്പോൾ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളും പിന്നോക്ക വിഭാഗങ്ങളുമൊക്കെ സുരക്ഷിതരാണോ എന്നൊരു ചോദ്യം ഇവിടെ ഉയരുന്നുണ്ട്. അവസാനമായി ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ. മൗലാന മുഹമ്മദ് അലി സാഹിബ് എന്ന പോലെയുള്ള ധീരന്മാരായ അലി മുസ്ലിം ധീരന്മാരായ
സമരസേനാനികൾ എപ്പോഴും അവരുടെ മതാശയങ്ങൾക്ക് ഒരിക്കലും മോശം വന്നിരുന്നില്ല, ചോർച്ച വന്നിരുന്നില്ല. ഞാൻ ഒന്നാമതായി മുസ്ലിം, രണ്ടാമതൊരു മുസ്ലിം, പിന്നീട് ഞാനൊരു രാഷ്ട്രീയക്കാരൻ, ഇന്ത്യക്കാരൻ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമുണ്ട്, രാജ്യസ്നേഹമുണ്ട്, അതിലൊന്നും കുഴപ്പമില്ല. പക്ഷേ എൻ്റെ മതത്തിന് ഞാൻ ഊന്നൽ കൊടുക്കുന്നു. രാജ്യത്തിൻ്റെ പ്രശ്നം വരുമ്പോൾ ഞാൻ ഒന്നാമതായി എൻ്റെ രാജ്യത്തിൻ്റെ വിഷയങ്ങൾ തിരഞ്ഞെടുക്കും എന്ന് പറഞ്ഞ മൗലാന മുഹമ്മദ് അലി സാഹിബ് ഇംഗ്ലണ്ടിലേക്ക് പഠിക്കാൻ പോകുമ്പോൾ ഉമ്മയ്ക്ക് ആശങ്കയുണ്ടായിരുന്നു. അവസാനം മാതാവ് പറഞ്ഞു, മോനെ, നിന്റെ ഈ താടിയും തലപ്പാവും നീ മടങ്ങി വരുമ്പോൾ ഇംഗ്ലീഷ് രാജ്യത്ത് പോയി ചോർച്ച വരാൻ പാടില്ല. ഉമ്മ എൻ്റെ കാര്യത്തിൽ പേടിക്കേണ്ടതില്ല. മോനെ, ഇംഗ്ലീഷ് രാജ്യത്ത് തണുപ്പ് കൂടുതലാകാം, പക്ഷെ നീ അതിരാവിലെ സുബഹിയുടെ മുമ്പ് എണീറ്റ് തഹജ്ജുദ് നിസ്കരിക്കാൻ തണുപ്പ് തടസ്സം വരാൻ പാടില്ല. ഇങ്ങനെ ഉമ്മ ഉപദേശിച്ച ഒരു അനുഭവം കാണാൻ കഴിയുന്നുവെങ്കിൽ എപ്പോഴും ഞാൻ എൻ്റെ മതത്തെ ഉയർത്തിപ്പിടിക്കുന്നു എന്ന് മൗലാന മുഹമ്മദ് അലി സാഹിബ് പല ഘട്ടങ്ങളിലും രാജ്യക്കാന്മാരുടെ മുന്നിലും ഭരണാധികാരികളുടെ മുന്നിലും ശത്രുക്കളുടെ മുന്നിലും എവിടെയും പറഞ്ഞുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, അതെ, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം അതാണ് നമ്മുടെ പ്രാമുഖ്യം നൽകേണ്ട ആശയം. ഒപ്പം ആ ആശയത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു മുഖമുദ്രയാണ് ജീവിക്കുന്ന പ്രദേശത്തോട് നാം അനുകമ്പ പ്രകടിപ്പിക്കുക, രാജ്യത്തിൻ്റെ നിയമങ്ങൾ പാലിക്കുക, എല്ലാവരെയും സൗഹൃദത്തെടുക്കുക. അതേ, ശാന്തിയും സമാധാനവും നിലനിന്ന് കാണാൻ ഈ രാജ്യത്ത് ജഗന്യന്താവായ അള്ളാഹു അവസരം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.